ഞാനേ കുറച്ച് ഹിസ്റ്ററി ചോദ്യങ്ങൾ ചോദിക്കാം. ഓക്കെ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ രക്തസാക്ഷി, ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ രക്തസാക്ഷി എന്നറിയപ്പെടുന്നത് വാഞ്ചി അയ്യർ. 1857 വിപ്ലവത്തിന്റെ ആദ്യ രക്തസാക്ഷി മംഗൾ പാണ്ഡെ. 1857 വിപ്ലവത്തിന്റെ ആദ്യ രക്തസാക്ഷിയെ ചോദിച്ചാൽ മംഗൾ പാണ്ഡെ. ഓക്കെ. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ രക്തസാക്ഷി പ്രീതിലത വഡേക്കർ. ആരാണ്? പ്രീതിലത വഡേക്കർ. ചോദ്യം എന്താണ്? ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ രക്തസാക്ഷി ഏതാണ്? പ്രീതിലത വഡേക്കർ. ഇന്ത്യ സ്വാതന്ത്ര്യ സമരത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ രക്തസാക്ഷി ഖുദിറാം ബോസ്. ഏറ്റവും പ്രായം കുറഞ്ഞ രക്തസാക്ഷിയാണ് ഖുദിറാം ബോസ്. ഓക്കെ. ഇന്ത്യ സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യത്തെ മുസ്ലിം രക്തസാക്ഷി അഷ്ഫഖ് ഉല്ലാ ഖാൻ. ആരാണ്? അഷ്ഫഖ് ഉല്ലാ ഖാൻ. അപ്പൊ ഉത്തരം പറയാം. പ്രീതിലത വഡേക്കർ ആദ്യ വനിതാ രക്തസാക്ഷി. മംഗൾ പാണ്ഡെ വിപ്ലവത്തിലെ 857 വിപ്ലവത്തിലെ രക്തസാക്ഷി അല്ലെ. ഖുദിറാം ബോസ് ഏറ്റവും പ്രായം കുറഞ്ഞ രക്തസാക്ഷി. അഷ്റഫ് ഉല്ലു ഖാൻ അതേ മുസ്ലിം രക്തസാക്ഷി. ഏത് ഗവർണർ ജനറലിന്റെ കാലത്താണ് ബനാറസ് ഉടമ്പടി ഒപ്പുവെച്ചത്? ബനാറസ് വാറൻ ഹേസ്റ്റിംഗ്സ്. ബനാറസ് ഉടമ്പടി ഒപ്പുവെച്ചത് വാറൻ ഹേസ്റ്റിംഗ്സ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ INC പ്രസിഡന്റ് JB കൃപലാനി. ചോദ്യം എന്താണ്? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ INC പ്രസിഡന്റ് JB കൃപലാനി. എവിടെ വെച്ച് നടന്ന കോൺഗ്രസ് സമ്മേളനത്തിലാണ് ആദ്യമായി ജനഗണമന ആലപിച്ചത്? കൊൽക്കത്ത. 1911 കൊൽക്കത്ത. വന്ദേ മാതരം ഇന്ത്യയുടെ ദേശീയ ഗീതമായി അംഗീകരിച്ച വർഷം? അംഗീകരിച്ചത് 50. വന്ദേ മാതരം ഇന്ത്യയുടെ ദേശീയ ഗീതമായി അംഗീകരിച്ച വർഷം 1950. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമായ വർഷം 1885 ഡിസംബർ 28 അല്ലെ. അപ്പൊ ഏത് ഗവർണർ ജനറലിന്റെ കാലത്താണ് ബനാറസ് ഉടമ്പടി ഒപ്പുവെച്ചത്? വാറൻ ഹേസ്റ്റിംഗ്സ്. INC രൂപീകൃതമായ വർഷം 1885. വന്ദേ മാതരം അംഗീകരിച്ച വർഷം 1950. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ INC പ്രസിഡന്റ് JB കൃപലാനി. ഓക്കെ. ഇനി ഏത് ഗവർണർ ജനറലിന്റെ കാലത്താണ് റവന്യൂ ബോർഡ് രൂപീകരിച്ചത്? റവന്യൂ ബോർഡ് അതും വാറൻ ഹേസ്റ്റിംഗ്സ് ആണ് കേട്ടോ. അപ്പൊ ഏതൊക്കെ പറഞ്ഞോ? ബനാറസ് ഉടമ്പടിയും പറഞ്ഞു, റവന്യൂ ബോർഡ് പറഞ്ഞു അല്ലെ. ആരെ കാലത്ത്? വാറൻ ഹേസ്റ്റിംഗ്സ്. കൽക്കത്തയിൽ സുപ്രീം കോടതി സ്ഥാപിച്ച ഗവർണർ ജനറൽ വാറൻ ഹേസ്റ്റിംഗ്സ്. അതും വാറൻ ഹേസ്റ്റിംഗ്സ്. ഇപ്പൊ റെഗുലേറ്റിംഗ് ആക്ട് ഇന്ത്യയിൽ നടപ്പിലാക്കിയത് ആരുടെ? വാറൻ ഹേസ്റ്റിംഗ്സ്. അപ്പൊ എത്ര കാര്യങ്ങൾ പറഞ്ഞു? ഏതൊക്കെയാണ്? റെഗുലേറ്റിംഗ് ആക്ട്, കൽക്കത്തയിൽ സുപ്രീം കോടതി, റവന്യൂ ബോർഡ് പറഞ്ഞു, ബനാറസ് ഉടമ്പടി. സർവകലാശാല ബനാറസ് ഉടമ്പടി. ഒന്നുകൂടെ പറയാം. ബംഗാളിൽ ദിഫ്വരണം നിർത്തലാക്കിയ ഗവർണർ ജനറൽ വാറൻ ഹേസ്റ്റിംഗ്സ്. ബംഗാളിൽ ദിഫ്വരണം നിർത്തലാക്കിയതോ വാറൻ ഹേസ്റ്റിംഗ്സ്. ഓക്കെ. വാറൻ ഹേസ്റ്റിംഗ്സിന്റെ സഹായത്തോടെ ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ സ്ഥാപിച്ചത് വില്യം ജോൺസ്. സർ വില്യം ജോൺസ്. അപ്പൊ ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ സ്ഥാപിച്ചത് വില്യം ജോൺസ്. ഓക്കെ. മനുസ്മൃതി ഇംഗ്ലീഷിലേക്ക് തർജ്ജിമ ചെയ്ത വ്യക്തിയാണ് വില്യം ജോൺസ്. പ്രത്യേകത എന്താ പറഞ്ഞേ? മനുസ്മൃതി ഇംഗ്ലീഷിലേക്ക് തർജ്ജിമ ചെയ്ത വ്യക്തിയാണ് ആര്? വില്യം ജോൺസ്. നളന്ദ സർവകലാശാല സ്ഥാപിച്ചത് കുമാരഗുപ്തൻ. ആരാണ്? കുമാരഗുപ്തൻ. വിക്രമശില സർവകലാശാല സ്ഥാപിച്ചത് ധർമ്മപാലൻ. എന്താണ്? ധർമ്മപാലൻ. അപ്പൊ നളന്ദ സ്ഥാപിച്ചത് കുമാരഗുപ്തൻ. വിക്രമശില സർവകലാശാല സ്ഥാപിച്ചത് ധർമ്മപാലൻ. മനുസ്മൃതി ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തത് വില്യം ജോൺസ്. വില്യം ജോൺസ് സ്ഥാപിച്ചത് എന്താണ്? നേരത്തെ പറഞ്ഞ ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ. ഓക്കെ. ഇന്ത്യൻ പത്രങ്ങളുടെ വിമോചകൻ, ലിബറേറ്റർ ഓഫ് പ്രസ്, ചാൾസ് മെറ്റ്കാഫ്. ആരാണ്? ചാൾസ് മെറ്റ്കാഫ്. എന്താണ് പറഞ്ഞേ? ഇന്ത്യൻ പത്രങ്ങളുടെ വിമോചകൻ എന്നറിയപ്പെടുന്നത് അല്ലെ. പത്രമാധ്യമങ്ങൾക്ക് മേലുള്ള നിയന്ത്രണങ്ങൾ നിർത്തലാക്കിയ ഗവർണർ ജനറൽ ആണ് ആര്? ചാൾസ് മെറ്റ്കാഫ്. അതുകൊണ്ടാണ് പത്രങ്ങളുടെ വിമോചകൻ. പത്രങ്ങൾക്ക് മേലിൽ എന്തുണ്ട്? നിയന്ത്രണം. അത് നീക്കം ചെയ്തതാണ് ആര്? ചാൾസ് മെറ്റ്കാഫ്. ഓക്കെ. ലിബറേറ്റർ ഓഫ് ഇന്ത്യൻ പ്രസ് എന്നറിയപ്പെടുന്നത് ചാൾസ് മെറ്റ്കാഫ്. അതുകൊണ്ടാണ് അങ്ങനെ അറിയപ്പെടുന്നത്. എന്തെന്ന്? ലിബറേറ്റർ ഓഫ് ഇന്ത്യൻ പ്രസ്. 1835 ഗവർണർ ജനറലിന്റെ താൽക്കാലിക പദവി വഹിച്ച വ്യക്തിയാണ് ആര്? ചാൾസ് മെറ്റ്കാഫ്. ഏത് വർഷം? 1835. എന്തിന്റെ പദവി? താൽക്കാലിക പദവി. ഗവർണർ ജനറലിന്റെ താൽക്കാലിക പദവി വഹിച്ചാണ് ചാൾസ് മെറ്റ്കാഫ്. ഓക്കെ.
ഭാഷാപത്ര നിയമം നടപ്പിലാക്കിയ വൈസ്രോയി, അതായത് നാട്ടുഭാഷാ പത്രം. ലിട്ടൺ. അത് നിർത്തലാക്കിയത് റിപ്പൺ. നാട്ടുഭാഷാ പത്ര നിയമം തദ്ദേശ സ്വയംഭരണങ്ങളുടെ പിതാവ് അല്ലേ, റിപ്പൺ. നാട്ടുഭാഷാ പത്ര നിയമം നടപ്പിലാക്കിയത് ലിട്ടൺ, നിർത്തലാക്കിയത് റിപ്പൺ. വൈസ്രോയി ഓഫ് റിവേഴ്സ് ക്യാരക്ടർ എന്നറിയപ്പെടുന്നതാണ് ലിട്ടൺ. റിവേഴ്സ് ക്യാരക്ടർ, വൈസ്രോയി ഓഫ് റിവേഴ്സ് ക്യാരക്ടർ എന്നറിയപ്പെടുന്നത് ലിട്ടൺ. ഓക്കെ. ഇനി ഓവൻ മെറിഡിത്ത് എന്ന പേരിൽ തൂലികാനാമം അറിയപ്പെട്ടിരുന്നതാണ് ലിട്ടൺ. ഓക്കെ. ഓവൻ മെറിഡിത്ത്, ലോർഡ് ലിട്ടന്റെ തൂലികാനാമമാണ് ഓവൻ മെറിഡിത്ത്. ഓക്കെ. അടുത്ത് സിവിൽ സർവീസ് പരീക്ഷ എഴുതാനുള്ള പ്രായപരിധി 21 നിന്നും 19 ഇപ്പോഴാണ് 19 ആക്കി ചുരുക്കിയ വൈസ്രോയാണ് ലിട്ടൺ. അപ്പൊ സിവിൽ സർവീസ് 21 നിന്ന് 19 ആക്കിയതാണ് ലിട്ടൺ. അപ്പൊ ലിട്ടന്റെ എന്തൊക്കെ പറഞ്ഞു? നാട്ടുഭാഷാ പത്ര നിയമം പറഞ്ഞു അല്ലേ, പിന്നെന്താ പറഞ്ഞ വൈസ്രോയി ഓഫ് റിവേഴ്സ് ക്യാരക്ടർ എന്ന് പറഞ്ഞു അല്ലേ. ലിട്ടന്റെ തൂലികാനാമം പറഞ്ഞു ഓവൻ മെറിഡിത്ത്. ഏതാണ്? ഓവൻ മെറിഡിത്ത്. ഓക്കെ. അടുത്ത സിവിൽ സർവീസിന്റെ പ്രായപരിധി 21 നിന്ന് എത്ര ആക്കി? 19 ആക്കി. ഓക്കെ. അടുത്ത ബനാറസ് സംസ്കൃത കോളേജ് സ്ഥാപിച്ചതാര്? ജോനാഥൻ ധൻഖർ. എന്താണ്? ജോനാഥൻ ധൻഖർ. നേരത്തെ ഒരു ബനാറസ് പറഞ്ഞല്ലോ അല്ലേ, എന്താ നേരത്തെ ഉടമ്പടി ആര് വെച്ചു? വാറൻ ഹേസ്റ്റിങ്സ്. അപ്പൊ ബനാറസ് സംസ്കൃത കോളേജ് സ്ഥാപിച്ചത് ജോനാഥൻ ധൻഖർ. ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാളിന്റെ സ്ഥാപകൻ വില്യം ജോൺസ്, നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, വില്യം ജോൺസ്. കൽക്കത്ത മദ്രസ സ്ഥാപിച്ചത് വാറൻ ഹേസ്റ്റിങ്സ്. കൽക്കത്ത മദ്രസ സ്ഥാപിച്ചത്, മദ്രസയിൽ നിന്ന് വേറെ പേരിലോട്ട് പോകല്ലേ, കൽക്കത്ത മദ്രസ സ്ഥാപിച്ചത് വാറൻ ഹേസ്റ്റിങ്സ്. ഓക്കെ. അടുത്ത് ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിച്ചിരുന്നപ്പോൾ തദ്ദേശ സ്വയംഭരണ ഗവൺമെന്റിന്റെ നിയമനിർമ്മാണവുമായി താഴെ പറയുന്നവർ ആരാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? മറ്റേ നേരത്തെ പറഞ്ഞ ചോദ്യം, തദ്ദേശ സ്വയംഭരണങ്ങൾ ആരാണ്? റിപ്പൺ. ബാലവേലയ്ക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയ നിയമം അത് സ്വാതന്ത്ര്യം നമ്മളെ ഭരണഘടന വരുമ്പോഴേ ബാലവേലയ്ക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയ നിയമം ബ്രിട്ടീഷ് കാലത്താണ്. ഫാക്ടറി നിയമം 1881 ബാലവേല 1881 ഫാക്ടറി നിയമം. എന്ത് നിയന്ത്രണം ഏർപ്പെടുത്തി? ബാലവേല. ഇന്ത്യയിൽ ആദ്യത്തെ ക്രമീകൃത സെൻസസ് ഏർപ്പെടുത്തിയ വ്യക്തിയാണ് റിപ്പൺ പ്രഫോ. 1881 തന്നെ കേട്ടോ ക്രമീകൃത സെൻസസ് ഏർപ്പെടുത്തിയത് റിപ്പൺ പ്രഫോ ആണ്. വിദ്യാഭ്യാസ മേഖലയിലെ പരിഷ്കാരങ്ങൾക്കായി സർ വില്യം ഹണ്ടർ ചെയർമാനായുള്ള കമ്മീഷൻ രൂപീകരിച്ച വർഷം 1882. അപ്പൊ ക്രമീകൃത സെൻസസ് 81. തൊട്ടടുത്ത വർഷമാണ് എന്ത് ഹണ്ടർ കമ്മീഷൻ വന്നത്. ഓക്കെ. പ്രാദേശിക പത്രഭാഷാ നിയമം പിൻവലിച്ച വൈസ്രോയി റിപ്പൺ. പ്രാദേശിക ലിട്ടൺ കൊണ്ടുവന്നു, റിപ്പൺ പിൻവലിച്ചു. പ്രാദേശിക പത്രഭാഷാ നിയമം പിൻവലിച്ച വൈസ്രോയി ചോദിച്ചാൽ റിപ്പൺ. ഇന്ത്യയിലെ ഗ്ലാഡ്സ്റ്റൺ ഏജന്റ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് റിപ്പൺ. ഗ്ലാഡ്സ്റ്റൺ ഏജന്റ്. നോക്കിയോ. അടുത്ത് രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി കൊലമരം കയറുന്ന ആദ്യത്തെ മുസൽമാൻ ഞാനെന്ന് ഓർക്കുമ്പോൾ എനിക്ക് അഭിമാനം തോന്നുന്നു. ആദ്യത്തെ രക്തസാക്ഷിയെ തന്നെയാണ് അല്ലെ, അഷ്റഫ് ഉല്ലു ഖാൻ. നിങ്ങൾ എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം. സുഭാഷ് ചന്ദ്രബോസ്. ഒരു അടിമയായിരിക്കാൻ എനിക്കിഷ്ടമില്ലാത്ത പോലെ ഒരു യജമാനനായിരിക്കാനും എനിക്കിഷ്ടമില്ല. ആരാ? എബ്രഹാം ലിങ്കൺ. ഒരു അടിമയായിരിക്കാൻ എനിക്കിഷ്ടമില്ലാത്ത പോലെ തന്നെ ഒരു യജമാനനായിരിക്കാനും എനിക്കിഷ്ടമില്ല. ആരാണ്? എബ്രഹാം ലിങ്കൺ. അതെവിടെ? എബ്രഹാം ലിങ്കൺ. കാളയെ പോലെ പണിയെടുക്കൂ, സന്യാസിയെ പോലെ ജീവിക്കൂ. ഡോക്ടർ ബി ആർ മെഹർ സമുദായം ആരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഡോക്ടർ ബി ആർ അംബേദ്കറുമായിട്ട് ബന്ധപ്പെട്ടു. ശിലയെ ആരാധിച്ചാൽ ദൈവത്തെ കാണാമെങ്കിൽ ഞാൻ പർവ്വതത്തെ ആരാധിക്കും. കബീർ ദാസ്. നല്ലതായോ അല്ലേ? ശിലയെ ആരാധിച്ചാൽ ദൈവത്തെ കാണാമെങ്കിൽ ഞാൻ പർവ്വതത്തെ ആരാധിക്കും. ആര് പറഞ്ഞേ? കബീർ ദാസ്. വേദങ്ങളിലേക്ക് മടങ്ങുക. ദയാനന്ദ സരസ്വതി. വേദങ്ങളിലേക്ക് മടങ്ങാൻ പറഞ്ഞത് ഗീതയിലേക്ക് മടങ്ങുക. വിവേകാനന്ദൻ. ഗീതയിലേക്ക് മടങ്ങുക. റൂസോ. പ്രകൃതിയിലേക്ക് മടങ്ങുക. റൂസോ. ഞാൻ ചിന്തിക്കുന്നു അതിനാൽ ഞാനുണ്ട്. റെനെ ദെക്കാർത്തെ. ഞാൻ ചിന്തിക്കുന്നു അതുകൊണ്ട് ഞാനുണ്ട്. റെനെ ദെക്കാർത്തെ. ചരിത്രം എനിക്ക് മാപ്പ് തരും.
ഫിഡൽ കാസ്ട്രോ. ഫിഡൽ കാസ്ട്രോ. ചരിത്രം എനിക്ക് മാപ്പ് തരും. ഫിഡൽ കാസ്ട്രോ. സ്വരാജ്യം എന്റെ ജന്മാവകാശമാണ്. ബാലഗംഗാധര തിലക്. എനിക്ക് നല്ല ഫിഡൽ കാസ്ട്രോ. ഫിഡൽ കാസ്ട്രോ അറിഞ്ഞൂടെ? അറിയാം, പേര് കിട്ടില്ല. എനിക്ക് നല്ല അമ്മമാരെ തരൂ, ഞാൻ നല്ല രാഷ്ട്രത്തെ തരാം. നെപ്പോളിയൻ. എനിക്ക് നല്ല അമ്മമാരെ തരൂ, ഞാൻ എനിക്ക് നല്ല രാഷ്ട്രം തരാം. ആരാണ്? നെപ്പോളിയൻ. അടുത്ത നല്ലൊരു ക്വസ്റ്റ്യൻ. രക്തത്തിലും വർണ്ണത്തിലും ഇന്ത്യക്കാരനും അഭിരുചിയിലും അഭിപ്രായത്തിലും ധാർമ്മികതയിലും ബുദ്ധിയിലും ഇംഗ്ലീഷുകാരനുമായ ഒരു വിഭാഗത്തെ സൃഷ്ടിക്കുകയാണ് എന്റെ ലക്ഷ്യം. ആര്? ഇംഗ്ലീഷ് വിദ്യാഭ്യാസം. മെക്കാളെ. ആരാണ്? മെക്കാളെ. 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 ഓക്കെ, ഇത് ഇങ്ങനെ പറഞ്ഞുതരാം. അപ്പൊ എന്താ പറഞ്ഞ? രക്തത്തിലും വർണ്ണത്തിലും ഇന്ത്യക്കാരൻ. രക്തവും വർണ്ണവും ഏതാണ്? ഇന്ത്യക്കാരൻ. ബാക്കി എല്ലാത്തിലും ഏതാണ്? ഇംഗ്ലീഷുകാരനുമായ ഒരു സമൂഹത്തെ സൃഷ്ടിക്കുകയാണ് എന്റെ ലക്ഷ്യം. ആരാണ്? മെക്കാളെ. ശരിയായ വിദ്യാഭ്യാസം ലഭിക്കുമെങ്കിൽ ഇന്ത്യൻ ജനത എല്ലാവരുടെയും ആദരവിന് പാത്രമാകും. ആര് പറഞ്ഞു? രാജാറാം മോഹൻ റോയ്. രാജാറാം മോഹൻ റോയ്. എന്താ പറയാ? ശരിയായ വിദ്യാഭ്യാസം ലഭിക്കുമെങ്കിൽ ഇന്ത്യൻ ജനത എല്ലാവരുടെയും ആദരവിന് പാത്രമാകും. വിദ്യാസമ്പന്നൻ മാറ്റത്തിന്റെ വക്താക്കളാണ്. വീരേശലിംഗം പന്തലു. വിദ്യാസമ്പന്നൻ മാറ്റത്തിന്റെ വക്താക്കളാണ്. ആരാണ്? വീരേശലിംഗം പന്തലു. ഇന്ത്യയുടെ ഭാവി നിർണയിക്കുന്നത് ക്ലാസ് മുറികളിലാണ്. ആരാണ്? കോത്താരി അല്ലെ? DS കോത്താരി. ഇന്ത്യയുടെ ഭാവി നിർണയിക്കുന്നത് ക്ലാസ് മുറികളാണ്. DS കോത്താരി. വിദ്യാഭ്യാസത്തിന്റെ വേരുകൾ കയ്പ് നിറഞ്ഞതും ഫലം മധുരമുള്ളതുമാണ്. അരിസ്റ്റോട്ടിൽ. വിദ്യാഭ്യാസത്തിന്റെ വേരെന്താണ്? കയ്പ് നിറഞ്ഞതും ഫലം എന്താണ്? മധുരമുള്ളതാണ്. ആരാ പറഞ്ഞേ? അരിസ്റ്റോട്ടിൽ. ഒരു വ്യക്തിയിലുള്ള പൂർണ്ണതയുടെ സാക്ഷാത്കരിക്കലാണ് വിദ്യാഭ്യാസം. സ്വാമി വിവേകാനന്ദൻ. സ്വാമി ഒരു വ്യക്തിയിലുള്ള പൂർണ്ണതയുടെ സാക്ഷാത്കരിക്കൽ. ഒന്നുകൂടെ പറഞ്ഞു നോക്കാം. ഒരു വ്യക്തിയുടെ പൂർണ്ണതയിലുള്ള സാക്ഷാത്കരിക്കലാണ് വിദ്യാഭ്യാസം. ആര് പറഞ്ഞു? സ്വാമി വിവേകാനന്ദൻ. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയത് കോൺവാലിസ്. ശാശ്വത ഭൂനികുതി നടപ്പിലാക്കിയത് കോൺവാലിസ്. ഇന്ത്യൻ സിവിൽ സർവീസിന്റെ പിതാവാണ് കോൺവാലിസ്. ഇന്ത്യൻ സിവിൽ സർവീസിന്റെ പിതാവാണ് കോൺവാലിസ്. നാട്ടുഭാഷാ പത്രനിയമം നടപ്പിലാക്കിയ വൈസ്രോയാണ് ലിട്ടൺ പ്രഭു. നമ്മൾ 2 വട്ടം പറഞ്ഞല്ലേ? നാട്ടുഭാഷാ പത്രനിയമം നടപ്പിലാക്കിയത് ലിട്ടൺ പ്രഭു. നാട്ടുഭാഷാ പത്രനിയമം പിൻവലിച്ച വൈസ്രോയാണ് റിപ്പൺ. അപ്പൊ നടപ്പിലാക്കിയത് ലിട്ടനും പിന്നെ പിൻവലിച്ചത് റിപ്പൺ. തിരിഞ്ഞു പോവോ? അല്ല, ആദ്യം എല്ല് ലിട്ടൺ, അത് കഴിഞ്ഞാണ് ആര്? റിപ്പൺ അല്ലെ? ആദ്യം എല്ല്. അപ്പൊ ആദ്യത്തെ എല്ല് നടപ്പിലാക്കിയതിന് ശേഷം പിൻവലിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ലിട്ടൺ നടപ്പിലാക്കി